പാണ്ഡവകുമാരന്മാരുടെ ആയോധനാ പാടവം പ്രദർശിപ്പിക്കാനുള്ള രംഗവേദി സജ്ജമായിരിക്കുന്നു. ആയുധവിദ്യ പ്രകടനം കാണാൻ ഹസ്തിനപുരവാസികൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓ, ആരൊക്കെയാണ് മികച്ചവർ എന്ന് എല്ലാവർക്കും അറിയാം. ഇതിലിത്ര കാണാൻ എന്തിരിക്കുന്നു? സ്വതേ ശാന്തശീലരായ പാണ്ഡവർ, പാണ്ഡവരോടുള്ള വൈര്യത്താൽ ജ്വലിക്കുന്ന ദുര്യോധനൻ, ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഗദായുദ്ധം ഇതാ കഴിഞ്ഞതേയുള്ളൂ. ഒരുപോലെ മികച്ച പോരാളികളാണിവർ. ആരെയാണ് ഇത്ര കരഘോഷത്തോടെ വരവേൽക്കുന്നത്? മറ്റാരുമല്ല, വില്ലാളി വീരനും ദ്രോണാചാര്യരുടെ പ്രിയ ശിഷ്യനുമായ അർജുനൻ. ആചാര്യ വന്ദനം. ആയുഷ്മാൻ ഭവ, വിജയീ ഭവ. കണ്ടോളൂ അർജുനന്റെ ധനുർപാടവം, അതിലും മികച്ചത് ഇല്ല തന്നെ. ഇത്ര സൂര്യ തേജസാർന്ന മുഖമുള്ള ഈ യോദ്ധാവ് ആരാണ്? സദസ് അവന്റെ പ്രഭാവലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. കരഘോഷം കേട്ടില്ലേ? എന്താണാവോ പാണ്ഡവ മാതാവായ കുന്തി ദേവിയുടെ മുഖം ജ്വലിക്കുന്നത്? ഹേ പാർത്ഥ, നീ ചെയ്ത വിദ്യകളൊക്കെ കുറെ കൂടി മികവോടെ ഞാൻ ചെയ്തു കാണിക്കാം. നീ അത്ര അഹങ്കരിക്കേണ്ട. എങ്കിൽ കാണട്ടെ നിന്റെ പരാക്രമം. അർജുനന് യോജിച്ചെതിരാളി തന്നെ, അതോ അർജുനനേക്കാൾ മികച്ചതോ? ഹേ കർണ, നിന്റെ ഗർവം ഞാൻ ഇന്ന് തീർക്കും. പൊതുവേദി സർവർക്കും ഒരുപോലെയാണ്. നിനക്ക് മാത്രം വിശേഷിച്ചെന്തുണ്ട്? ക്ഷത്രിയൻ വീര്യത്തെയാണ് ആശ്രയിക്കുന്നത്. അതോർത്താൽ നന്ന്. ഹേ കർണ, ഈ അർജുനൻ ചന്ദ്രവംശ മഹാരാജാവായിരുന്ന പാണ്ഡുവിന്റെ പുത്രനാണ്. കുന്തി ഭോജന്റെ പുത്രിയായ കുന്തി ദേവിയാണ് ഇവന്റെ മാതാവ്. ഇനി പറയൂ, നിന്റെ കുലമേതാണ്? നിന്റെ മാതാപിതാക്കൾ ആര്? ഹേ കൃപാചാര്യ, ആയോധന വിദ്യയിൽ കുടുംബ മഹിമ അന്വേഷിക്കുന്ന അങ്ങേ പോലുള്ളവരുടെ അല്പത്തരം എനിക്ക് മനസ്സിലാവുന്നില്ല. വീരന്മാർക്ക് കുലമല്ല, വീര്യമാണ് പ്രധാനം. ഹേ ദുര്യോധന, നീ എന്തിനാണ് ആരെന്നറിയാത്തവന് വേണ്ടി ഇത്ര ഉദാരനാകുന്നത്? എന്താ നിങ്ങളുടെ പക്ഷം വില്ലാളികളായ ക്ഷത്രിയർ ഇല്ലെന്നാണോ? ഇവനാരുമാകട്ടെ, തെളിയിക്കപ്പെടേണ്ടത് കുലമഹിമയല്ല, വില്ലാളി വീരത്വമാണ്. ഹേ മിത്രമേ, നിനക്കെന്നിലുള്ള ഈ വിശ്വാസം അത് മതി എനിക്ക്. ബാല്യം മുതൽ ഞാൻ അനുഭവിച്ച വ്യഥകൾ, അർജുനന്റെ കേട്ട് പഴകിയ വീരഗാഥകൾ, ജന്മഭാരം തന്ന അവഗണനകൾ, ഇതെല്ലാം നിറഞ്ഞ ഈ മനസ്സിനെ ശാന്തമാക്കാൻ ഈ വിശ്വാസം മതി എനിക്ക്. കഷ്ടം തന്നെ. പടലപ്പിണക്കങ്ങൾ ഏതൊരു വംശത്തിന്റെയും നാശകാരണമാകുമെന്ന് ആരാണിവരെ പഠിപ്പിക്കുക? ഇവിടെ മുൻനിരയിലിരിക്കുന്ന പിതാമഹന്മാരും ആചാര്യന്മാരും അമ്മമാരും മൗനം പാലിക്കുന്നുവോ? ഹേ കർണ, നീ ഇനി വിഷമിക്കേണ്ടതില്ല. ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പ്രഥമ പുത്രനായ ഞാൻ ദാ പ്രതിജ്ഞ ചെയ്യുന്നു, ഈ ഹസ്തിനപുരിയിൽ എനിക്കുള്ളതെല്ലാം ആത്മമിത്രമേ ഇനിമേൽ
നിനക്കും അധീനമായിരിക്കും. ഞാനിതാ ഈ നിമിഷം അംഗരാജ്യത്തിന്റെ അധിപനായി നിന്നെ വാഴിക്കുന്നു. ഹേ സുയോധന, കർണൻ മൃതനായ ദിവസമാണെന്ന് ഈ രാജ്യദാനത്തിലൂടെ നീ എനിക്കെന്റെ ആത്മാഭിമാനവും ആത്മവിശ്വാസവും തിരിച്ചു തന്നു. നീ എനിക്കെന്റെ ജീവിതം തന്നെയാണ് തിരിച്ചു നൽകിയത്. ഈ കർണന്റെ ജന്മം നിന്നോട് എന്നും കടപ്പെട്ടിരിക്കും. ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കും.